ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തിയും റിഫ്രഷിങ്ങുമായിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. മിക്കവാറും അധികം ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. നമ്മളും നോമ്പ് കാലത്ത് അധികം ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബത്ത എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബത്തയുടെ മുഴുവനും ഞാൻ എടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് ബത്തയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഞാനിവിടെ എടുക്കുന്ന അളവനുസരിച്ചിട്ട് 7 കപ്പ് ഡ്രിങ്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ബത്ത ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബത്ത ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ താരമായ റൂഹ് അഫ്സ സിറപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറപ്പാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു സിറപ്പ് ചേർത്തപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നല്ലൊരു പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂഹ് അഫ്സ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളെ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റിലൊക്കെ ചൂടുകാലത്ത് എപ്പോഴും കണ്ടുവരുന്ന മുഹബത്ത് കാ ഷർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നല്ല ചൂടാണല്ലോ, പ്രത്യേകിച്ച് നോമ്പാണ്. അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു റിഫ്രഷിങ് തരുന്നൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.